ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടണോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടല്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരെയും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഇനി ഞാൻ അറിയില്ല. കുടുംബത്തിന്റെ വൈകാരികത തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കൂട്ടിക്കോളി, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പോൾ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എൻ്റെ അമ്മയാണ്, അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മയാണ്. ആ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ട്, ഓരിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല. എനിക്ക് ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യൂ. ഓൻ്റെ ചിത എന്താ പറയല്ലോ, ചിത അടങ്ങിയിട്ടില്ല ഇവർക്ക്. ഇന്നെ എന്തിന് ക്രൂശിക്കേണ്ട ആവശ്യം? ഇനി ഓരെന്ത് ക്രൂശിച്ചാലും എന്താണ്, ഞാൻ ചെയ്തതൊക്കെ ഫുട് പ്രിൻ്റാണ്, അവിടെ നിലനിൽക്കും. അതിൻ്റെ മുകളിലേക്ക് ഇനി ഒന്നും അവർക്കൊന്നും ചെയ്യാനില്ല. തീർച്ചയായും ഞാൻ ഒന്നും കൂടി എന്തൊക്കെ പറയണമെന്നുള്ളത് കേട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പത്രസമ്മേളനം അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ, ഇതൊന്നും എനിക്കൊരു ബാധിക്കുന്ന വിഷയമല്ല. അഭിജിത്ത് മുഴക്കുന്നുണ്ട് ഇപ്പോൾ മനാഫിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? ഉന്മേഷ്, നിരവധിയായ ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങളെല്ലാം പാടെ തള്ളുകയാണ്, നിഷേധിക്കുകയാണ് മനാഫ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനധികൃതമായി ഫണ്ട് പിരിവ് നടത്തി അർജുന്റെ പേരിൽ മനാഫ് എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫണ്ട് പിരിവ് താൻ നടത്തിയിട്ടില്ല എന്ന് പറയുകയാണ് മനാഫ്. ആ രീതിയിൽ ഏതെങ്കിലും ഫണ്ട് പിരിവ് താൻ നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടാൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോട്ടെ എന്ന് മനാഫ് പറയുന്നു. ഒപ്പം തന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ വൈകാരികത വിറ്റ് മനാഫ് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ മറ്റൊരാരോപണം. പക്ഷേ ഈ അർജുനെ കണ്ടെത്തുന്നത് വരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് മനാഫ് പറയുന്നു. അത് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. താൻ ഈ ഗംഗാവലി പുഴയോരത്ത് എത്തിയതിനു ശേഷം താൻ എടുക്കുന്ന വീഡിയോകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയൊക്കെ വേണമായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് താൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ അതിനെ ഈ രീതിയിലേക്ക് മാറ്റുകയാണ്. ഇനി ഏതായാലും താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് മനാഫ്. ഒപ്പം തന്നെ ഈ കുടുംബവുമായുള്ള ബന്ധം, അതിലേറ്റവും പ്രധാനമായി കുടുംബം പറഞ്ഞൊരു കാര്യം, ഈ അമ്മയുമായുള്ള ബന്ധത്തെ മനാഫ് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അമ്മയ്ക്ക് ആരോഗ്യമായി വളരെ മോശം അവസ്ഥയിലുള്ള സമയത്ത് മനാഫ് ഒരു അഭിമുഖം എടുത്തു. അത്തരത്തിൽ ഈ അമ്മയുമായുള്ള ബന്ധത്തെ, അമ്മയുമായുള്ള സ്നേഹത്തെ ഒക്കെ മനാഫ് ഈ യൂട്യൂബ് ചാനലിലൂടെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. പക്ഷേ മനാഫ് ഇതിനെയും നിഷേധിക്കുകയാണ്. തനിക്ക് അമ്മയുമായി ഉള്ളത് വളരെ വലിയൊരു ബന്ധമാണ്. താൻ സ്വന്തം അമ്മയായാണ് അർജുൻ്റെ അമ്മയെ കാണുന്നത്. അമ്മ തന്നെ തള്ളിപ്പറഞ്ഞോട്ടെ, പക്ഷേ എന്നാലും താൻ അമ്മയുടെ ഒപ്പം നിൽക്കും, ആ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കും. ഏതെങ്കിലും രീതിയിൽ അമ്മ തനിക്കെതിരെ പ്രതികരിക്കട്ടെ, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതാണ് മനാഫ് പറയുന്ന മറ്റൊരു മറുപടി. കൂടാതെ തന്നെ ഈ ഒരു പണം നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി കുടുംബം പറഞ്ഞിരുന്നു. 2000 രൂപ കുടുംബത്തിന് നൽകി എന്നുള്ളതായിരുന്നു ആരോപണം. അതിൽ മനാഫിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: താൻ ഒരു ഉസ്താദിനൊപ്പം ഈ കുടുംബത്തിന്റെ അടുത്തേക്ക് പോയിരുന്നു, കണ്ണാടിക്കലുള്ള അർജുന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് മുതിർന്നവർ കുട്ടികൾക്ക് നൽകുന്നത് പോലെ ഒരു 2000 രൂപ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിനെ ആയിരിക്കാം അവർ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ താൻ ഒരു പണവും കുടുംബത്തിന് നൽകിയിട്ടില്ല. അത്ര ചെറിയൊരു തുക കുടുംബത്തിന് നൽകേണ്ട ആവശ്യം തനിക്കില്ല. ഒരുപക്ഷെ അപ്പോൾ താൻ നൽകിയ പണത്തിനെ ആയിരിക്കാം ഈ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നും മനാഫ് പറയുന്നുണ്ട്.
ഈ കുടുംബം എത്ര ക്രൂശിച്ചാലും ഈ കുടുംബം തൻ്റേത് കൂടിയാണ്. താൻ അവിടെ നടത്തിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് തനിക്കറിയാം. അത് എല്ലാ കാലവും നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ പേരിൽ തന്നെ ക്രൂശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് മനാഫ് പറയുന്നത്. കൂടാതെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നും മനാഫ് അല്പസമയം മുൻപ് നമ്മൾ പ്രതികരണം തേടിയപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഈ ശിരൂരിൽ എത്തിയതിനു ശേഷമാണ് നേരത്തെ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ നിലവിൽ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകാനാണ് താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അർജുൻ്റെ ചിതയണയുന്നതിന് മുൻപ് തന്നോട് ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയത് എന്തിനാണ് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുകൂടി മനാഫ് പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു വിശദീകരണം മനാഫ് നൽകും. അല്പസമയത്തിനകം ഒന്നുകൂടി മാധ്യമങ്ങളെ കാണും, കൂടുതൽ പഠിച്ച ശേഷം എന്നാണ് മനാഫ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്.